ലൈവിൽ ഇപ്പോ ജാസ്മിൻ ജിൻഡോയുടെ പുറകെ നടന്ന് ജിൻഡോയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജിൻഡോ അർജുനെ ബോഡി ഷെയിം ചെയ്തു എന്നൊരു ആരോപണം വന്നിരുന്നു പുള്ളിക്ക് നേരെ. അർജുന് മസിൽ വരേണ്ട സ്ഥലത്ത് വരണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോ പറഞ്ഞത് തന്നെയാണ്. അർജുന്റെ ആ ഒരു ഇൽനെസ്സിനെയും പിന്നെ പുള്ളിയുടെ ഹൈറ്റിനെയും ഒക്കെ ജിൻഡോ ഷെയിം ചെയ്തു എന്നൊരു ആരോപണം 2-3 ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. പിന്നെ മറ്റൊരു കേസ്, നിന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ കഴുത്ത് വേദന എടുക്കുമെന്ന് ജിൻഡോ പറഞ്ഞിരുന്നു. രണ്ടും ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു ജാസ്മിൻ ഇപ്പൊ പുള്ളിയുടെ പുറകെ നടക്കുന്നത്. അല്ലാതെ മറ്റൊരു സോ കോൾഡ് ബോഡി ഷേമിംഗ് ആരോപണം ജിൻഡോയ്ക്ക് നേരെ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇത് തന്നെയായിരിക്കും സംഭവം. ജിൻഡോ ആ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ്സും എനിക്ക് പേഴ്സണലി ഒരു ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് രണ്ടും പ്രൊവോക്കേഷന്റെ പുറത്ത് ജിൻഡോ പറഞ്ഞു പോയതാണ്. അർജുന്റെ ആ ഒരു പ്രൊവോക്കേഷൻ സഹിക്കാൻ വയ്യാതെ ജിൻഡോ പറഞ്ഞു പോയതാണ്. ഒരിക്കലും ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരാൾ ആരെയും ബോഡി ഷെയിം ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മസിൽ വരേണ്ട സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അങ്ങനെ നോക്കിയാൽ ജിൻഡോ ചിക്കൻ പരിപ്പിച്ച് നടക്കുന്ന മണ്ടനാണെന്ന് ഗബ്രി പറഞ്ഞത് എന്താ ബോഡി ഷെയിമിംഗ് അല്ലേ? ഒരാൾ ചെയ്താൽ മാത്രം വലിയ തെറ്റ്, സുഹൃത്തുക്കൾ ചെയ്താൽ കണ്ണടയ്ക്കും. ജാസ്മിന്റെ ഇപ്പോഴത്തെ നിലപാടുകളെല്ലാം ആ രീതിയിലുള്ളതാണ്. ഗബ്രി എന്തെങ്കിലും ചെയ്താൽ അത് കണ്ണടയ്ക്കും, ജിൻഡോ ചെയ്താൽ അത് വലിയ വിഷയമാക്കി ഊതിപ്പെരിപ്പിക്കും. ഗബ്രി ജിൻഡോയ്ക്കെതിരെ മറ്റേ സെക്ഷൽ അസോൾട്ട് കാർഡ് ഇറക്കി കളിച്ചപ്പോൾ പോലും ഈ കാണുന്ന ആവേശം ജാസ്മിനിൽ ഞാൻ കണ്ടില്ല. സത്യത്തിനൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ജാസ്മിനെ സത്യത്തിനൊപ്പം കുറച്ചേലും നിൽക്കാൻ ശ്രമിക്കണം.